Role of management, supervisors, workman, union, government and voluntary agencies in safety. First of all, role of management. Role of management means design safe and healthy system of work. സേഫ് ആയിട്ടും ഹെൽത്തി ആയിട്ടുമുള്ള ഒരു സിസ്റ്റം ഓഫ് വർക്ക് നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കണം. അത് മാനേജ്മെൻറ്റിൻ്റെ ഒരു റോളാണ്. അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് കമ്മിറ്റി എക്സിബിറ്റ് ചെയ്യണം. നമ്മുടെ വർക്ക് പ്ലേസിൽ ഹെൽത്തിയും സേഫ്റ്റി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഇൻസ്പെക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്യണം. ട്രെയിനിങ് പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യണം. അതുപോലെ തന്നെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കമ്മിറ്റീസ് നമ്മൾ സെറ്റപ്പ് ചെയ്യുക. സേഫ്റ്റി കമ്മിറ്റീസ് എന്ന് പറയുമ്പോൾ സേഫ്റ്റി, വെൽഫെയർ, പൊല്യൂഷൻ കൺട്രോൾ, ക്യാൻറ്റീൻസ് ഇതെല്ലാം തന്നെ സേഫ്റ്റി കമ്മിറ്റിയിൽ വരുന്നതാണ്. സേഫ്റ്റി പോളിസീസ് നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. മീൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം മോണിറ്റർ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ആക്ഷൻ പ്ലാൻ ആൻഡ് ചെക്ക് ലിസ്റ്റ് ഡ്രോപ്പ് ചെയ്യുക. എൻഫോഴ്സ് സേഫ്റ്റി റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അതുപോലെ മെഡിക്കൽ അറ്റൻഷൻസ് അത് നമ്മൾ എൻഷുർ ചെയ്യേണ്ടതാണ്. ആൻഡ് എൻഫോഴ്സ് റിപ്പോർട്ടിംഗ് വർക്ക് റിലേറ്റഡ് ഇഞ്ചുറീസ്, ഇൽനെസ്. എന്തെങ്കിലും ഇഞ്ചുറീസോ ഇൽനെസ്സോ ഉണ്ട് എങ്കിൽ അത് വർക്ക് റിലേറ്റഡ് ആണെങ്കിൽ അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് പറ്റി അപ്പോൾ അവർക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു മെഡിക്കൽ ഫെസിലിറ്റീസും കാര്യങ്ങളും അവർക്ക് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്, അല്ലെങ്കിൽ അത് എൻഷുർ ചെയ്യണം. അതുപോലെ തന്നെ എൻഫോഴ്സ്ഡ് റിപ്പോർട്ടിംഗ് വർക്ക് റിലേറ്റഡ് ഇഞ്ചുറീസ്, ഇൽനെസ്, ഇൻവെസ്റ്റിഗേറ്റ്സ് ദ കോസസ് ഓഫ് ഇൻസിഡൻറ്റ്സ് ഓർ നിയർ മിസ്സസ്. അവിടെ ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ആക്സിഡൻറ്റ്സ് ഉണ്ടാകാനുള്ള കാരണം അല്ലെങ്കിൽ നിയർ മിസ്സസ് ഉണ്ടാകാനുള്ള കാരണം അത് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താൽ മാത്രമേ നമുക്കിനി ആ ഒരു ആക്സിഡൻറ്റ്സ് ഉണ്ടാവാതിരിക്കാനുള്ള ഒരു പ്രിവെൻഷൻ മെത്തേഡ് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ടേക്ക് അപ്രോപ്രിയേറ്റ് ആക്ഷൻ ടു പ്രിവെൻറ്റ് റീക്കറൻസ്, ടൈംലി പേയ്മെൻറ്റ് ഓഫ് കോമ്പൻസേഷൻ. ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ടൈമിൽ തന്നെ അതിൻ്റെ കോമ്പൻസേഷൻസ് കൊടുക്കുക. ഫോളോയിങ് സ്പെസിഫിക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. സ്പെസിഫിക് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുക. അതുപോലെ മെഡിക്കൽ ആൻഡ് വെൽഫെയർ സേഫ്റ്റി ഓഫീസേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലാസ്റ്റ് വൺ, പ്രൊമോട്ട് കവറേജ് ഓഫ് എംപ്ലോയി അണ്ടർ ആക്ട്. And then second one, role of supervisors. So role of supervisors, first one, conduct orientation and training of employees. എംപ്ലോയീസിന് വേണ്ടിയിട്ട് ട്രെയിനിങ് ആയാലും ഓറിയൻറ്റേഷൻ പ്രോഗ്രാംസ് ആയാലും കണ്ടക്ട് ചെയ്യേണ്ടത് സൂപ്പർവൈസേഴ്സിൻ്റെ റോളാണ്. കറക്റ്റ് ട്രെയിനിങ് കിട്ടിയാൽ മാത്രമേ ആക്സിഡൻസിൻ്റെ ആ ഒരു എമൗണ്ട് കുറച്ച് സേഫായിട്ട് നമുക്കൊരു വർക്കിംഗ് കണ്ടീഷൻസൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ കറക്റ്റായിട്ടൊരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാംസും എല്ലാം കണ്ടക്ട് ചെയ്യണം. ഇത് കണ്ടക്ട് ചെയ്താൽ മാത്രം പോരാ, കണ്ടക്ട് ചെയ്യുകയും അതിലുള്ള എംപ്ലോയീസ് എല്ലാം ഇത് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതും സൂപ്പർവൈസേഴ്സിൻ്റെ റോളാണ്. അതുപോലെ തന്നെ ഈ ഒരു കണ്ടക്ട് ഓറിയൻറ്റേഷൻ ആൻഡ് ട്രെയിനിങ് എംപ്ലോയീസിൽ തന്നെയാണ് നമ്മൾ PPEയുടെ യൂസൊക്കെ പറയുന്നത്. അപ്പോൾ ഓരോ ജോലിക്കും ആവശ്യമായിട്ടുള്ള PPE എക്യുപ്മെൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്തിരിക്കണം. അതിന് യൂസ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ കൂട്ടി തന്നെ അവർക്കൊരു അവയർനെസ്സും കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ സെക്കൻഡ് പറയുന്നത് എൻഫോഴ്സ് സേഫ് വർക്ക് പ്രാക്ടീസസ് ആണ്. സേഫായിട്ട് അവരുടെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സൂപ്പർവൈസറുടെ ഭാഗത്ത് നിന്ന് ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു സേഫായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും എല്ലാം തന്നെ അവർക്ക് ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി സേഫ് അല്ലാത്ത ഒരു പ്ലേസോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്യുപ്മെൻറ്റോ ഉണ്ടെങ്കിൽ അതിനെ വീണ്ടും അത് കറക്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്വവും സൂപ്പർവൈസേഴ്സിന് തന്നെയാണ് ഉള്ളത്. ആൻഡ് നെക്സ്റ്റ്, കറക്റ്റ് അൺസേഫ് കണ്ടീഷൻസ്. നമ്മളിപ്പോൾ പറഞ്ഞതിൽ തന്നെയാണ് അത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഒരു അൺസേഫ് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇൻവെസ്റ്റിഗേറ്റ് വർക്ക് പ്ലേസ് ആക്സിഡൻറ്റ്സ്. വർക്ക് പ്ലേസിൽ ഉണ്ടാവുന്ന ആക്സിഡൻറ്റിനെ കുറിച്ച് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. ആ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതിൻ്റെ കാരണം കണ്ടുപിടിച്ചാൽ മാത്രമേ അതിൻ്റെ ഒരു പ്രിവെൻഷൻ മെത്തേഡ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. എങ്കിലേ നമുക്ക് വരാനിരിക്കുന്ന ആക്സിഡൻറ്റ്സ് പ്രിവെൻറ്റ് ചെയ്യാനും പറ്റുള്ളൂ. ആൻഡ് പ്രൊമോട്ട് ക്വിക്ക് റിട്ടേൺ ടു വർക്ക്. വേറൊന്നുമല്ല, ഇപ്പോൾ ഏതെങ്കിലും എംപ്ലോയീസ് ജോലിയിൽ നിന്ന് വിട്ട് നിൽക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു റോളും സൂപ്പർവൈസറിന് ഉള്ളത് തന്നെയാണ്. അതാണ് പ്രൊമോട്ട് ക്വിക്ക് റിട്ടേൺ ടു വർക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർ തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറച്ച് എൻകറേജ് ചെയ്യുന്ന രീതിയിൽ അവരുടെ വർക്ക് ലോഡ് ചെറുതായിട്ട് കുറച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സെക്കൻഡ് പോയിന്റ് അതാണ് പറയുന്നത്, ഒരുപാട് നാളായിട്ട് അവർ വിട്ടു നിൽക്കുകയാണെങ്കിൽ അവരെ തിരിച്ചെടുക്കാനുള്ള സാധ്യത കുറവെന്നുള്ള രീതി കൂടെ അവർ നമ്മൾ സെറ്റ് ചെയ്തിരിക്കണം. അത് അങ്ങനെ എടുക്കുന്നത് കുറവാണ്. നെക്സ്റ്റ് തേർഡ് വണ്ണ് റോൾ ഓഫ് വർക്ക്മെൻ. വർക്ക്മെൻ എന്ന് ഉദ്ദേശിക്കുന്ന എംപ്ലോയീസിനെയാണ്. ഫോളോയിങ് എസ്റ്റാബ്ലിഷ്ഡ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ഹെൽത്ത് അല്ലെങ്കിൽ സേഫ്റ്റി പോളിസീസിൻ്റെ ആ ഒരു പ്രൊസീജിയേഴ്സിനെ എല്ലാം നമ്മൾ എന്ന് വെച്ചാൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം നമ്മൾ ഫോളോ ചെയ്യുക.
മീൻസ് വർക്ക്മാൻ അല്ലെങ്കിൽ എംപ്ലോയീസ് ഫോളോ ചെയ്യണം. മെയിൻറ്റെയിനിങ് യുവർ പേഴ്സണൽ വർക്ക് ഏരിയ ഇൻ എ ക്ലീൻ ആൻഡ് ഓർഡർലി മാനർ എന്ന് വെച്ചാൽ നമ്മൾ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന സ്ഥലം കറക്റ്റ് ക്ലീനായിട്ടും സേഫായിട്ടും കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് ഇട്ടേക്കണം. മെയിൻറ്റെയിനിങ് ആൻഡ് പ്രോപ്പർലി സ്റ്റോറിങ് യുവർ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് PPE പ്രോപ്പറായിട്ട് തന്നെ വിയർ ചെയ്തിട്ടുണ്ടാവണം. അറ്റൻഡിങ് ഓൾ സേഫ്റ്റി ട്രെയിനിങ് ദാറ്റ് യുവർ എംപ്ലോയീസ് ഓഫേഴ്സ്. നമുക്ക് ഈ എംപ്ലോയീസിന് വേണ്ടി കൊടുക്കുന്ന ട്രെയിനിങ് വർക്ക്സ് എല്ലാം തന്നെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണം. വോളണ്ടിയറിങ് ടു സെർവ് ഓൺ യുവർ സേഫ്റ്റി കമ്മിറ്റി. ഇപ്പോൾ നമ്മുടെ സേഫ്റ്റി കമ്മിറ്റി ബേസ് ചെയ്ത് എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ വരികയാണെങ്കിൽ വോളണ്ടിയറിങ്ങിന് വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അതും നമ്മൾ എംപ്ലോയീസ് തന്നെ ചെയ്യേണ്ടതാണ്. അതുപോലെ സേഫ് വർക്കായിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ നമ്മൾ നിൽക്കുന്ന വർക്ക് പ്ലേസിൽ സ്ലിപ്പ് ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ ഫോളിനുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ അവോയ്ഡ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ വരാതിരിക്കാൻ പ്രിവെൻറ്റ് ചെയ്യാനുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ സൈഡിൽ നിന്ന് എംപ്ലോയീസിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടാവണം. ആൻഡ് ലിഫ്റ്റിംഗ് safely and helping others to do the same. Labeling all chemical containers and becoming familiar with the material safety data sheets, knowing evacuation procedures and the location of emergency equipment. Next one, role of union. Role of union എന്ന് പറയുമ്പോൾ ജനറലി ഇതിൻ്റെ റോൾസ് എന്ന് പറയുന്നത് വർക്ക് പ്ലേസിൻ്റെ സേഫ്റ്റി, അതുപോലെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുക, ജോബ് കണ്ടീഷൻസ്, വർക്കിംഗ് അവേഴ്സ്, വേജസ്, ജോബ് കോൺട്രാക്ടേഴ്സ് ആൻഡ് സൊസൈറ്റി സെക്യൂരിറ്റീസ് ആണ് മെയിൻ ജനറൽ റൂൾസ് എന്ന് പറയുന്നത്. ഈ യൂണിയൻസ് എന്ന് പറയുമ്പോൾ ലേബേഴ്സിൻ്റെ ഇടയിൽ തന്നെ കുറച്ച് സേഫ്റ്റിയെക്കുറിച്ചൊക്കെ കുറച്ചൊന്ന് ബോധവൽക്കരിക്കത്തക്ക രീതിയിൽ ഉള്ള കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് യൂണിയൻസിന് കഴിയണം. അതൊരു റോളാണ് യൂണിയൻ്റെ. അതുപോലെ തന്നെ ഈ സേഫ്റ്റി കമ്മിറ്റീസൊക്കെ ഉണ്ടെങ്കിൽ ആ സേഫ്റ്റി കമ്മിറ്റിയിൽ മെമ്പർഷിപ്പൊക്കെ എടുത്ത് ലേബേഴ്സിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു റോൾ ഓഫ് യൂണിയൻ ബേസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ വർക്ക് പ്ലേസ് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലം അത് സേഫ് അല്ല എങ്കിൽ അതിന് മാനേജ്മെൻറ്റുമായിട്ട് നിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ ബേസ്, നല്ലൊരു പ്രോപ്പറായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ബേസിസിൽ തുടർന്ന് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളും നമുക്ക് ഈ ഒരു യൂണിയൻ ബേസിസിൽ തന്നെ യൂണിയൻ്റെ ഒരു റോളായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് കൊടുക്കുന്ന ഈ നമ്മുടെ എംപ്ലോയീസിന് കൊടുക്കുന്ന ട്രെയിനിങ്ങും പ്രോഗ്രാമും കാര്യങ്ങളെല്ലാം തന്നെ കോർഡിനേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാമെന്നുള്ള രീതിയും ഈ ഒരു യൂണിയൻ്റെ റോളായിട്ട് വരുന്നുണ്ട്. ദെൻ ഒബ്ജക്റ്റീവ്സ് നമുക്ക് നോക്കാം. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ റെപ്രസെൻറ്റേഷൻ, നെഗോഷിയേഷൻ, വോയിസ് ഇൻ ഡിസിഷൻസ് എഫക്റ്റിംഗ് വർക്കേഴ്സ്, എഡ്യൂക്കേഷണൽ ട്രെയിനിങ്, ലീഗൽ അസിസ്റ്റൻസ്, ഫിനാൻഷ്യൽ ഡിസ്കൗണ്ട്, വെൽഫെയർ ബെനിഫിറ്റ്സ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രി എടുക്കാം. ആ ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലും നമ്മൾ വർക്ക് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സിന് കംപ്ലൈൻ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി അതിൽ വർക്ക് ചെയ്താൽ അത് എംപ്ലോയീസിന് പ്രശ്നം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ അവർക്ക് അവരുടെ വർക്കിംഗ് അവേഴ്സ് കൂടുതലാണ്, 8 അവേഴ്സിന് മുകളിലാണ്, ഓവർ ടൈമൊക്കെ വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതിൽ കൂടുതലായിട്ട് അവർക്ക് സാലറിയോ അല്ലെങ്കിൽ വേജസ് ഒന്നും കൊടുക്കുന്നില്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഈ എംപ്ലോയീസ് ഡയറക്റ്റ് മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് പോയി പറഞ്ഞിട്ട് ചിലപ്പോൾ അവിടെ വേറൊരു കാര്യങ്ങളോ എന്ന് വെച്ചാൽ ഒരു ഡിസിഷനോ കാര്യങ്ങളോ അങ്ങനെയൊന്നും മാനേജ്മെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് എടുക്കുന്നുണ്ടാവില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് യൂണിയൻ്റെ കറക്റ്റ് റോള് വരുന്നത്. യൂണിയൻ ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നിന്ന് സെറ്റ് ചെയ്ത് അവരുടെ വേജസിൻ്റെ കാര്യത്തിൽ അതുപോലെ ഓവർ ടൈം അവർ വർക്ക് ചെയ്യുവാണെങ്കിൽ അതിനനുസരിച്ചുള്ള സാലറി കൊടുക്കണം എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ യൂണിയനുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഇതിൽ ഡിസിഷൻ മാനേജ്മെൻറ്റ് സൈഡിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവ് ഡിസിഷൻസും കാര്യങ്ങളും ഒക്കെ നോർമലി വരാറുണ്ട്. അപ്പോൾ അതാണ് റോൾ ഓഫ് യൂണിയൻ. ആൻഡ് ദെൻ റോൾ ഓഫ് ഗവൺമെൻറ് ആൻഡ് വോളണ്ടറി ഏജൻസീസ്. റോൾ ഓഫ് ഗവൺമെൻറ്റ്സ് ആൻഡ് വോളണ്ടറി ഏജൻസീസ് എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വർക്കേഴ്സ് ഓർഗനൈസേഷൻ ആൻഡ് എംപ്ലോയീസ് ഓർഗനൈസേഷനാണ്. അതിനെ റെഗുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നോർമലി ഇതിൻ്റെ റോൾസ് നമുക്കത് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് പറയുമ്പോൾ സ്റ്റാറ്റ്യൂസ് ആൻഡ് ലെജിസ്ലേഷൻ, ദ ജുഡീഷ്യറി, ലേബർ കോഡ്സ്, ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽസ് ആൻഡ് എക്സിക്യൂട്ടീവ് മെഷീനറി ദാറ്റ് ലേസ് ഡൗൺ റൂൾസ്, പ്രൊസീജിയേഴ്സ് ആൻഡ് ഗീവ്സ് അവാർഡ്സ് ആൻഡ് മോണിറ്റേഴ്സ് ദം. ഫസ്റ്റ് വൺ, സ്റ്റാറ്റ്യൂസ് ആൻഡ് ലെജിസ്ലേഷൻ എന്ന് പറയുമ്പോൾ എംപ്ലോയീസിൻ്റെ അവകാശ സംരക്ഷണവും അതുപോലെ അവരുടെ സേഫ്റ്റി, അവരുടെ ആ ഒരു ജോബ് ചെയ്യുന്ന ടൈം, വേജസ് എന്നിവ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കാർ തന്നെ കറക്റ്റ് റൂൾസും റെഗുലേഷൻസും സെറ്റ് ചെയ്ത് നൽകുന്നുണ്ട്. അതാണ് നമുക്ക് ആദ്യം പറഞ്ഞിരിക്കുന്നത് സ്റ്റാറ്റ്യൂസ് ആൻഡ് ലെജിസ്ലേഷൻ. ഇതിൻ്റെ എക്സാമ്പിളായിട്ടാണ് നമുക്ക് ഫാക്ടറീസ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് വന്നേക്കുന്നത്. മിനിമം വേജസ് ആക്ട് എന്ന് നമ്മളിതിനെ പറയാറുണ്ട്, അല്ലെങ്കിൽ അത് ആ ഒരു രീതിയിലുണ്ട്. ഫാക്ടറി ആക്റ്റും ഉണ്ട്, മിനിമം വേജസ് ആക്റ്റും എക്സാമ്പിളായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം.
അതുപോലെ രണ്ടാമത് പറയുന്നതാണെങ്കിൽ ജുഡീഷ്യറി, ലേബർ കോർട്ട്, ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ എംപ്ലോയീസും അല്ലെങ്കിൽ വർക്കേഴ്സും മാനേജ്മെൻറ്റും തമ്മിൽ എന്തെങ്കിലും ഇപ്പം പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനായിട്ട് ലേബർ കോർട്ടിലായിരിക്കും പോകുന്നത്. ലേബർ കോർട്ടിൽ അല്ലെങ്കിൽ ട്രൈബ്യൂണൽസിൽ നമ്മുടെ സർക്കാർ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലത്ത് അതിൻ്റെ ആ ഒരു ന്യായം കിട്ടാൻ വേണ്ടിയിട്ട്, അത് ആരുടെ സൈഡിൽ നിന്നായാലും നോർമലി നമ്മുടെ വർക്കേഴ്സിന് പ്രയോറിറ്റി കൊടുത്തിട്ടാണ് നമ്മൾ ലേബർ കമ്മീഷനും കാര്യങ്ങളും പറയുന്നത്. സോ ആ ഒരു രീതിയിൽ നടത്തുന്നതാണ് സെക്കൻഡ് പോയിന്റിൽ പറഞ്ഞേക്കുന്നത്. എന്ന് വെച്ചാൽ അതിൽ നിന്നൊരു വിധി വരികയും കറക്റ്റ് ഇവർക്ക് ആ ഒരു രീതിയിലോട്ട് എന്ന് വെച്ചാൽ കോർട്ട് ത്രൂ ആയിട്ടായിരിക്കും അവരത് പോകുന്നത്, ലേബർ ബേസിസിൽ. അടുത്ത ലാസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ റൂൾസ് കറക്റ്റായിട്ട് നടക്കാൻ വേണ്ടി അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനാവശ്യമായിട്ടുള്ള ബാക്കി പ്രൊസീജിയേഴ്സും കാര്യങ്ങളും എല്ലാം ആ ഒരു ഇൻഡസ്ട്രിയിൽ തന്നെ സൂപ്പർവൈസേഴ്സോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫാക്ടറീസ് എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ഇൻസ്പെക്ടേഴ്സോ ബേസ് ചെയ്തിട്ട് ആ ഇൻഡസ്ട്രിയിൽ തന്നെ നമുക്കൊരു ഇൻസ്പെക്ഷൻ വയ്ക്കുകയും അതിൽ കോർട്ടിൽ നിന്നുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ സർക്കാരിൽ നിന്നുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം അവിടെയുള്ളവർ പാലിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ നോക്കുന്ന കാര്യങ്ങളാണ് ലാസ്റ്റ് പോയിന്റിൽ മെൻഷൻ ചെയ്തേക്കുന്നത്. ഇതിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ പറയാനാണെങ്കിൽ ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ അവിടുത്തെ ലേബേഴ്സ് എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മുടെ ഗവൺമെൻറ് റൂൾസ് ബേസ് ചെയ്തിട്ട്, ഗവൺമെൻറ്റിൻ്റെ റൂൾസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാക്ടറി ആക്ട്സിൻ്റെ കാര്യം. അപ്പോൾ അതുപോലെ അതിലൊക്കെ എന്ന് പറയുമ്പം സേഫ്റ്റിക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് എല്ലാം നമ്മൾ യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ PPE അതാ ഉദ്ദേശിക്കുന്നത്. സോ അതൊക്കെ കറക്റ്റ് വിയർ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം മാനേജ്മെൻറ്റ് തന്നെ കറക്റ്റായിട്ട് ഇത് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ സൂപ്പർവൈസേഴ്സിനെ പോസ്റ്റ് ചെയ്യുകയും ഈ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്ന രീതിയാണ് നമ്മുടെ ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ സ്ഥലത്ത് തന്നെ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ ഈ സേഫ്റ്റി മെഷേഴ്സ് എല്ലാം എടുക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ലേബർ ഇൻസ്പെക്ടേഴ്സ് വന്ന് ഇൻസ്പെക്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ സെക്കൻഡ് പോയിൻറ്റിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി തേർഡ് പോയിൻറ്റിൻ്റെ ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു എംപ്ലോയീസിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലേബറിന് ഒരു ആക്സിഡൻറ്റ് പറ്റിയെന്ന് വിചാരിക്കാം. പക്ഷേ ആക്സിഡൻറ്റ് പറ്റിയിട്ടും അയാൾക്കൊരു കോമ്പൻസേഷൻ കൊടുക്കാൻ ആ കമ്പനിക്കാർ സമ്മതിക്കുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യമുണ്ടെങ്കിൽ നമുക്ക് ആരെ സമീപിക്കാം? ലേബറിൻ്റെ ആ ഒരു കോർട്ടിനെ നമുക്ക് സമീപിക്കാവുന്നതാണ്. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് കോമ്പൻസേഷനൊക്കെ വാങ്ങാനുള്ള ഒരു ഫെസിലിറ്റീസും കാര്യങ്ങളും ഉണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പോൾ വോളണ്ടറി ഏജൻസീസിൻ്റെ കാര്യം പറയുമ്പോൾ നോർമലി അവർ അവയർനെസ്, ട്രെയിനിങ് പ്രോഗ്രാംസ്, അതുപോലെ തന്നെ അവർ ഈ ക്യാമ്പയിൻസും റിസർച്ച് പ്രോഗ്രാംസൊക്കെ കണ്ടക്ട് ചെയ്യും, ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യും. ഇതൊക്കെയാണ് നോർമലി നമ്മുടെ വോളണ്ടറി ഏജൻസീസ് ചെയ്യുന്നത്. മെയിൻ പ്രൊവിഷൻസ് അണ്ടർ ഫാക്ടറി ആക്ട് 1948: ഹെൽത്ത്, സേഫ്റ്റി, വെൽഫെയർ, ഹസാർഡസ് പ്രോസസ്, വർക്കിംഗ് അവേഴ്സ് ഓഫ് അഡൾട്ട്സ്, ആനുവൽ ലീവ് വിത്ത് വേജസ്.